വെൽക്കം ബാക്ക് ടു കിച്ചൺ ടേൽസ്. ഇന്നത്തെ റെസിപ്പി ബീഫ് ഇറച്ചിച്ചോറ്. കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ വൈറൽ റെസിപ്പി വീഡിയോസ് ട്രൈ ചെയ്യണ വീഡിയോയിൽ ഞാൻ ട്രൈ ചെയ്യുന്ന ഷായിദയുടെ റെസിപ്പി ബീഫ് ഇറച്ചിച്ചോറ്. ബീഫ് ഇറച്ചിച്ചോറൊന്നും എടുത്തു പറയേണ്ട ആവശ്യമില്ല. ഈ ഇറച്ചിച്ചോറ് എപ്പോഴും ബീഫ് കൊണ്ടാണ് ഉണ്ടാക്കണേ. ബീഫിൻ്റെ തൈൻ്റെ പീസാണ് നല്ലത്. ഇതേ അപ്പം ഞാൻ 2 കിലോ ഇറച്ചിച്ചോറിൻ്റെ റെസിപ്പിയാണ് പറയാൻ പോണേ. ഇനി മുതൽ എൻ്റെ റെസിപ്പി വീഡിയോസിനെല്ലാം ഡിസ്ക്രിപ്ഷനിൽ മെഷർമെൻറ്റ് കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ ഈസി ആയിരിക്കും. 2 കിലോ ബീഫിൻ്റെ തൈ പീസ്, ബോണും എടുത്തിട്ടുണ്ട്, മീറ്റും എടുത്തിട്ടുണ്ട്. 1 കിലോ ബോൺ, 1 കിലോ തൈസ്. ഇച്ചിരി വലിയതായിട്ട് കട്ട് ചെയ്യണം ഇറച്ചിച്ചോറിന്. നമ്മുടെ ബിരിയാണി കട്ട് എന്ന് പറഞ്ഞാൽ മതി. സാധാരണ ഇത് ഷായിദയുടെ റെസിപ്പിയാണല്ലോ, അപ്പോൾ അവരുടെ വീട്ടിലെപ്പോഴും ബോൺസ് യൂസ് ചെയ്യാറില്ല, മീറ്റ് കൊണ്ട് മാത്രമേ ചെയ്യാറ്. എനിക്ക് ബോണായിട്ടുള്ള ഇതാണ് ഇഷ്ടം, അത് കാരണമാണ് ഞാൻ ബോൺ യൂസ് ചെയ്യണത്. ഷായിദ കുക്കർ എടുത്തോ. ഇത് ആക്ച്വലി കുക്കറിലോട്ട് ഈ ഇറച്ചി ഇടുക, സ്ട്രെയിൻ ചെയ്തിട്ട്, വെള്ളം ഉണ്ടാവല്ലേ, കുക്കറിലോട്ട് ഇറച്ചി ഇടുക. എന്നിട്ട് ദേ സവാള, ഇപ്പോൾ 2 കിലോന് ഒരു 10 മീഡിയം സൈസ് സവാള എടുത്തിട്ടുണ്ട്, നീളത്തിലരിഞ്ഞത്, അത് ആഡ് ചെയ്യുക. അതുപോലെ തന്നെ 2 പിടി ഉള്ളി എടുത്തിട്ടുണ്ട്, അതും ഇതുപോലെ ക്രഷ് ചെയ്തിട്ട്, ഉള്ളി ക്രഷാണ് ചെയ്യേണ്ടത്. എന്നിട്ട് ഇതുപോലെ 2 പിടി നന്നായിട്ട് പിടിപ്പിക്കട്ടെ. അങ്ങനെ ഭയങ്കര ഈസി റെസിപ്പിയാണ്, ഒരു കൺഫ്യൂഷനും ഇല്ല. ഞാൻ പക്ഷേ ഇതിപ്പോഴാണ് ട്രൈ ചെയ്യണേന്ന് മാത്രം. തക്കാളി 4 എണ്ണം ഇതിലോട്ട് തന്നെ ചെറുതായിട്ട് അരിഞ്ഞിട്ട്, പിന്നെ ഇഞ്ചി ഇതുപോലെ ക്രഷ് ചെയ്തിട്ട് ഒരു 4 ടേബിൾ സ്പൂൺ. വെളുത്തുള്ളി അതിലും കൂടുതൽ വേണം. വെളുത്തുള്ളി ഒരു 8 ടേബിൾ സ്പൂൺ, ഏകദേശം ഒരു 2 വലിയ പിടിയുണ്ട് വെളുത്തുള്ളി. എല്ലാം ക്രഷ് ചെയ്താൽ മതി കേട്ടോ, വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ. ആൻഡ് പച്ചമുളക് 25 പച്ചമുളക് എടുത്തിട്ടുണ്ട്, അതും ഇതുപോലെ മിക്സിയിൽ ക്രഷ് ചെയ്തു. പിന്നെ വേപ്പില കീറിയിടാം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇങ്ങനത്തെ വേണം. മസാലയും ഇതിലോട്ട് തന്നെ ഇടണം, അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഈസി റെസിപ്പിയാണ്. സൺഡേ ഒക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ സാധനം. ഈ റെസിപ്പിയുടെ ക്രിയേറ്റർ ഇവിടെ വന്ന് കണ്ടിട്ട്, പക്ഷേ വീഡിയോയിൽ വരാൻ ഇഷ്ടമില്ലാത്ത കാരണം ആൾ വരുന്നില്ല, അത് ഇവിടെ നിന്ന് പറഞ്ഞു തരുന്നുണ്ട് എനിക്ക്. അപ്പോൾ ക്രഷ്ഡ് പെപ്പർ 2 ടേബിൾ സ്പൂൺ ഇതിലേക്ക് തന്നെ ആഡ് ചെയ്യാം. എപ്പോഴും ഫ്രഷ്, ഭയങ്കര പൊടിഞ്ഞു പോയ പെപ്പറല്ല എടുക്കണ്ട കേട്ടോ, ക്രഷ് ചെയ്ത പെപ്പർ തന്നെ എടുക്കണം. ഞാൻ എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ട് ഗ്രൗണ്ട് ചെയ്ത പെപ്പർ തന്നെ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾ യൂസ് ചെയ്യണ ഗരം മസാല 2 ടേബിൾ സ്പൂൺ ഏതായാലും മതി. ഞാനിവിടെ ഹോം മെയ്ഡാണ് യൂസ് ചെയ്യണത്. ഞങ്ങളുടെ മസാലപ്പൊടിയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഗരം മസാലയുടെ 2 ടേബിൾ സ്പൂൺ ഗരം മസാല. മഞ്ഞൾപ്പൊടി 2 ടേബിൾ സ്പൂൺ തന്നെ. ഇതൊരു ഇത്തിരി മഞ്ഞ കളറിലിരിക്കും, മഞ്ഞയും ബ്രൗണും അല്ലാത്ത പോലത്തെ ഒരു മിക്സ് കളറിലിരിക്കും, അതുകൊണ്ട് 2 ടേബിൾ സ്പൂൺ തന്നെ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് മല്ലിപ്പൊടിയും ഉണ്ട്, മല്ലിപ്പൊടി 1 ടീസ്പൂൺ. അപ്പോൾ ബാക്കിയെല്ലാം നമ്മൾ 2 ടേബിൾ സ്പൂൺ ഇട്ട്, മല്ലിപ്പൊടി മാത്രം 1 ടീസ്പൂൺ. പിന്നെ തൈര് 2 ടേബിൾ സ്പൂൺ. ആൻഡ് എരിവുള്ള മുളക് പൊടി 1 ടീസ്പൂൺ. ഉപ്പ് ഒരു 2 ടീസ്പൂൺ. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നെക്സ്റ്റ് ലൈം ജ്യൂസ്. ഒരു മീഡിയം സൈസ് നാരങ്ങയുടെ നീര് ആഡ് ചെയ്യാം. പിന്നെ പച്ച വെളിച്ചെണ്ണ ഒരു 4 ടേബിൾ സ്പൂണൊക്കെ. ഇതിൻ്റെ മെയിൻ തിങ് ഏതാണെങ്കിലും, ബീഫ് റോസ്റ്റിനൊക്കെ ആണെങ്കിൽ ഇതുപോലെ വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മളിങ്ങനെ തിരുമുവാണെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് വരും മീറ്റ്. അപ്പോൾ അതുപോലെ തന്നെ ഇതിനും ചെയ്യാം. പിന്നെ മല്ലിയില, പുതിനയില വലിയ പിടി വേണ്ട, ഒരു മീഡിയം സൈസ് പിടി മതി. എന്തൊക്കെയായാലും നമ്മുടെ മസാലപ്പൊടിയുടെ ഫ്ലേവറാണ് കൂടുതൽ നിൽക്കേണ്ടത് ഇതിന്, അത് കാരണം ഇത് രണ്ടും ഒരു മീഡിയം ഇങ്ങനെ ഇത്ര എടുത്താൽ മതി. മല്ലിയില എടുക്കണം, പുതിനയില എടുക്കണം, മിക്സ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ റെസിപ്പി. ഇനി ചോറും ഇതും കൂടി മിക്സ് ചെയ്താൽ മതി വേവിച്ചിട്ട്. പക്ഷെ മെയിൻ തിങ് ഇതുപോലെ തിരുമ്മി ഇങ്ങനെ പിടിപ്പിക്കലാണ് മസാല. ഉപ്പ് ഇത്തിരി കൂടി വേണം. ഇനി ഇത് നല്ലോണം പ്രഷർ കുക്ക് ചെയ്യണം. എന്നിട്ട് ഈ ബീഫിൻ്റെ തന്നെ വെള്ളത്തിലാണ്, ഈ മസാലയുള്ള ബീഫിൻ്റെ വെള്ളത്തിലാണ് നമ്മൾ ചോറ് കുക്ക് ചെയ്യാൻ പോണേ. അപ്പോൾ അത് കാരണം അത്യാവശ്യം വെള്ളം ഒഴിച്ചിട്ട് തന്നെ കുക്ക് ചെയ്യാം. ഈ മീറ്റ് മുങ്ങിക്കിടക്കാവുന്ന അത്രയും വെള്ളം ഒഴിക്കണം. ഇത്രയും മതി. ഫസ്റ്റ് വിസിൽ കഴിയുമ്പോൾ തീ കുറച്ചിടാം. ഇതിനാകെ കൂടെ ഉള്ള പണി ഈ ബീഫ് വേവണം, അതാണ് കുറച്ച് സമയം എടുക്കുന്നത്. അല്ലെങ്കിൽ ഉണ്ടാക്കൽ ഈസിയാണ്. ഇനി അത്യാവശ്യം നല്ല വലിയ പാത്രം എടുക്കുക. 2 കിലോ അരി ഇടാനുള്ളതല്ലേ, അത് കാരണം, ആൻഡ് ബീഫും ഇടാനുള്ളത്, അത് കാരണം വലിയ പാത്രം എടുക്കുക. ബിരിയാണിയൊക്കെ ഉണ്ടാക്കണ പോലെ തന്നെ. ഇതിപ്പോൾ 3 വിസിൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ആവി കളഞ്ഞിട്ട് ഇതിൻ്റെ വെള്ളം കുറച്ചെടുക്കാൻ പോകും ചോറ് വേവിക്കാനുള്ള, അല്ലെങ്കിൽ കുറേ സമയം എടുക്കും.
ഇനി മെയിനായിട്ട് ഇതിനകത്ത് ഗീ യൂസ് ചെയ്യില്ല. ഗീ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റേ നെയ്ച്ചോറിൻ്റെയൊക്കെ ടേസ്റ്റ് വരും. അപ്പോൾ ഡാൽഡയാണ് യൂസ് ചെയ്യണത്. ഡാൽഡ ആൻഡ് വെളിച്ചെണ്ണ. ഡാൽഡ അപ്പോൾ ഞാൻ ഒരു 4 ടേബിൾ സ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വെളിച്ചെണ്ണയും. ഇനി ഡാൽഡയും വെളിച്ചെണ്ണ ഒഴിച്ച് കഴിയുമ്പോൾ മസാലകൾ ആഡ് ചെയ്യുക, ബിരിയാണിക്ക് ചെയ്യുന്ന പോലെ തന്നെ. കുരുമുളക് ഒരു 2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്, മുഴുവനായിട്ടുള്ള കുരുമുളക്. അതുപോലെ തന്നെ കറിയാമ്പൂ 2 ടീസ്പൂൺ തന്നെ. പെരിഞ്ജീരകം ഇത് ആഡ് ചെയ്യണം നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട്, 1 ടീസ്പൂൺ ഫുള്ളായിട്ടുള്ള പെരിഞ്ജീരകം. പിന്നെ കറുവപ്പട്ട ഒരു 4 എണ്ണം മീഡിയം സൈസ്. ഏലക്ക ഒരു 12 എണ്ണം. പിന്നെ സ്റ്റാർ അനീസ് 2 എണ്ണം. പിന്നെ കറുവപ്പട്ടയുടെ ഇല 2 എണ്ണം. എന്നിട്ട് ഒരു സ്പൈസസ് ഒരിക്കലും ഒരുപാട് മുരിഞ്ഞു പോകരുത്. ലോ ഫ്ലെയിമിലിട്ട് ജസ്റ്റ് ഒന്ന് അതിൻ്റെ ആ ഒരു ഫ്ലേവർ ഒന്ന് വന്നാൽ. ഈ ഇറച്ചിച്ചോറിന് എപ്പോഴും സുരേഖ റൈസാണ് നല്ലത്. മട്ട റൈസ് കൊണ്ട് ചിലർ ചെയ്യും, പക്ഷേ ഞാൻ ഇവിടെ സുരേഖ റൈസ് ആകുമ്പോൾ കൂടുതൽ നമ്മുടെ മസാലയൊക്കെ അതിലോട്ട് പിടിക്കും. ആൻഡ് ഭയങ്കര വ്യത്യാസമുണ്ട് അതും ഇതുമായിട്ട് സുരേഖ റൈസിൽ ചെയ്യണമായിട്ട്. അപ്പോൾ എപ്പോഴും സുരേഖ റൈസിൽ ചെയ്താൽ മതി. ഞാൻ 2 കിലോ മീറ്റല്ലേ എടുത്തത്, അപ്പോൾ 2 കിലോ റൈസ് തന്നെ എടുത്തിട്ടുണ്ട്. ഒപ്പം നന്നായിട്ട് വാഷ് ചെയ്ത് വെക്കാം അരി. ഈ അരി 1 കപ്പാണെങ്കിൽ 2.5 കപ്പ് വെള്ളം വേണം, അതാണ് കണക്ക്. അപ്പം ഞാനിപ്പോൾ വലിയ കപ്പിലാണ് എടുക്കണേ. അപ്പോൾ ഇപ്പോൾ 2 കിലോ അരി ഇതിനകത്ത് 1 കപ്പാണ്. അപ്പോൾ 2.5 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട്. അതിൽ കുറച്ച് വെള്ളം നമ്മുടെ ഈ മീറ്റിൻ്റെ വെള്ളം ആഡ് ചെയ്യാം. ഇതിപ്പോൾ 1 കപ്പ് പ്ലെയിൻ ചൂടുവെള്ളം. ഇത് ബീഫ് വെന്തിട്ടില്ല, അപ്പോൾ ബാക്കി അതിനേക്കാൾ മുമ്പ് നമുക്ക് ഈ വെള്ളം അങ്ങോട്ട് എടുക്കാം. കുറച്ചൊന്ന് മിക്സ് ചെയ്തിട്ട് ആ വെള്ളം എടുക്കാം. എന്നിട്ട് ഈ മസാലയിൽ കിടന്നിട്ട്, ഈ മസാലയുടെ വെള്ളത്തിൽ കിടന്നിട്ട് ബാക്കി അരി വേവട്ടെ. ഒരു കപ്പ് തിളച്ച വെള്ളം നമ്മൾ ആഡ് ചെയ്തു, 1 കപ്പ് ഈ ബീഫിൻ്റെ വെള്ളം. ഇനി 1/2 കപ്പ് ചൂടുവെള്ളവും കൂടി ഒഴിക്കാം. അപ്പോൾ ടോട്ടൽ 2.5 കപ്പ്. 1.5 കപ്പ് തിളച്ച വെള്ളവും 1 കപ്പ് ബീഫിൽ നിന്നുള്ള വെള്ളവും. നന്നായിട്ട് ഇനി തിളക്കട്ടെ. അപ്പോൾ ബീഫ് 3 വിസിൽ കൊണ്ടൊന്നും വെന്തിട്ടില്ല, അപ്പോൾ ഒരു ഏകദേശം ഒരു 6 വിസിലും കൂടി വേണ്ടി വരും. കണ്ടോ, ഒട്ടും വെന്തിട്ടില്ല. അപ്പോൾ വെള്ളം നമ്മളിപ്പോൾ അങ്ങോട്ട് എടുത്തു. ഇതിൽ പക്ഷേ കുറച്ചുകൂടി വെള്ളമുണ്ട്. വെള്ളം ഇല്ലെങ്കിൽ കുറച്ചുകൂടി തിളച്ച വെള്ളം ഒഴിക്കുക, ഇല്ലെങ്കിൽ അത് തന്നെ മതി. എന്നിട്ട് മൂടി ഒരു 3 വിസിലിന്, ആദ്യത്തെ വിസിൽ കഴിഞ്ഞ് തീ ഉറച്ചിട്ടിട്ട് പിന്നെയും 3 വിസിൽ വരണ വരെ വേവിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇതിപ്പോൾ എല്ലായിട്ട് ഇവർ ഷായിദയൊക്കെ എല്ലുള്ളത് യൂസ് ചെയ്യാണ്ടിരിക്കണ, ചെറിയ പിള്ളേരൊക്കെ കഴിക്കുമ്പോൾ ആ ചോറിൽ എല്ല് മിക്സ് ആവാണ്ടിരിക്കണം. അപ്പോൾ അത് കാരണം വെന്ത് ഉടഞ്ഞിങ്ങനെ പോകണ്ട, എല്ലും കൂടി കുക്കായി പോണ പോലെ ആവണ്ട, അത് ശ്രദ്ധിക്കണം. ഇതിപ്പോൾ അയ്യോ ആദ്യത്തെ വിസിൽ വന്നു, അല്ല ആദ്യത്തെ അല്ല, നമ്മൾ അടച്ചിട്ട് ഫസ്റ്റ് വിസിൽ വന്നു. അപ്പോൾ തീ കുറച്ചിട്ടു. ഇനി ഇതേ വെള്ളം തിളച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ അരി ഇടാം. ഇത് നമ്മുടെ യൂഷ്വൽ ബിരിയാണിയുടെ ചോറ് ചെയ്യണ പോലെ 30 മിനിറ്റ് ഒന്നും കഴുകി ഇങ്ങനെ വെള്ളത്തിലിട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. കഴുകിയിട്ട് നേരെ ഈ വെള്ളം തിളയ്ക്കണം എന്നുള്ളൂ, തിളച്ചിട്ട് ആഡ് ചെയ്താൽ മതി. എന്നിട്ട് ഇങ്ങനെ തന്നെ കിടന്ന് വേവണം. അതാണ് കുറച്ച് സമയം എടുക്കുമെന്ന് പറഞ്ഞാൽ, പക്ഷേ കുറച്ച് സമയം എടുക്കും, പക്ഷേ റെസിപ്പി ഈസി. ക്വാണ്ടിറ്റിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടാക്കണമെങ്കിൽ ഇതാണ് ഏറ്റവും ബെസ്റ്റ്. ഉപ്പ് നോക്കണം കേട്ടോ ഇത് കഴിഞ്ഞിട്ട്. കറക്റ്റ് ഉപ്പായിരുന്നില്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി ഉപ്പൊന്ന് ചെക്ക് ചെയ്യുക, കുറച്ചുകൂടി ഉപ്പ് വേണം. ഇനി ലോ ഫ്ലെയിമിലിട്ട് അരി കുക്കാവട്ടെ. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിടാമെന്ന്. ഇപ്പോഴും ഒന്ന് ഉപ്പ് ചെക്ക് ചെയ്തോട്ടെ, കാരണം ഉപ്പ് ഒരിക്കലും കുറഞ്ഞു വരുത് ഈ ഒരു ഡിഷിന്. അതുപോലെ തന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് വെള്ളം നന്നായിട്ട് തിളച്ചിട്ട് വേണം അരി ഇടാനും. ഈ 2 കാര്യം ശ്രദ്ധിച്ചാൽ മതി. ഇപ്പോൾ ഇതിപ്പോൾ നമ്മൾ അടച്ചു വെച്ച് കഴിഞ്ഞിട്ട് ഒരു 4 വിസിൽ വന്നിട്ടുണ്ട്. ഇനി ഓഫ് ചെയ്തിട്ട് ഈ സ്റ്റീമിൽ തന്നെ കിടന്നിട്ട് കുറച്ചും കൂടി ഒന്ന് കുക്കാവട്ടെ. എന്നിട്ട് ചെക്ക് ചെയ്തിട്ട് വീണ്ടും വേണമെങ്കിൽ വെക്കാം. ഇത് ഇവിടെ പറയണ ഇറച്ചി ഓവറായിട്ട് വെന്തിട്ടുണ്ടാവുമെന്ന്, അത് കാരണം ഞാൻ ആവി കളഞ്ഞെടുക്കുക. ഫുൾ വെയിറ്റ് ചെയ്യുന്നില്ല ആവി പോകാനായിട്ട്. ചെക്ക് ചെയ്യട്ടെ. ഒരുപാട് വേവണ്ട. ഇനി അരിയുടെ കൂടെ അരിയും ഇതും ഏകദേശം ഒരു 3/4 വേവാകുമ്പോൾ എടുക്കണം. എന്നിട്ട് ഇത് രണ്ടും കൂടി ഒരുമിച്ച് കിടന്ന് വീണ്ടും വേവണം. ഇതിപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. ഇത് കണ്ട വെന്തിട്ടുണ്ട്, ബട്ട് എന്നാലും ഇങ്ങനെ ഓവറായിട്ട് കുക്കായിട്ടില്ല. നമ്മുടെ ബിരിയാണിക്കൊക്കെ ചെയ്യണ പോലെ ഓവറായിട്ട് കുക്കായിട്ടില്ല. ആ ഒരു സ്റ്റേജിൽ ഈ ചോറിൻ്റെ കൂടെ മിക്സ് ചെയ്യണം. ചോറും ഒരു 3/4 വെന്ത് കഴിഞ്ഞിട്ട്. ഞാൻ പറഞ്ഞില്ലേ, എല്ല് ഞാൻ ഇഷ്ടമായതുകൊണ്ട് ആഡ് ചെയ്യണതാണ്. ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടം വേണ്ടെങ്കിൽ ആഡ് ചെയ്യണ്ട, കാരണം എല്ലും കൂടി മിക്സായി ചോറിൽ പോയി കഴിഞ്ഞാൽ പണിവാളും. ഇനി ചോറ് വെന്തോന്ന് നോക്കട്ടെ.
ചോറ് ഇതുപോലെ തന്നെ ഓവറായിട്ട് കുക്കായിട്ടല്ല, ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ഒരു പകുതി വേവാകുമ്പോൾ എടുക്കണം. ഇത് ഇത്തിരി കൂടി ആവണം എന്ന് എനിക്ക് തോന്നണേ. ഇത്തിരി കൂടി ആവട്ടെ. ചോറ് കുക്കാകാൻ കുറച്ചും കൂടി സമയം എടുക്കണം. അപ്പോൾ ഇതിൻ്റെ കൂടെ സാലഡ് ആക്കാം. ഞാനിന്ന് ഒരു പുതിയൊരു സാധനം ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ കണ്ണിമാങ്ങ അച്ചാറില്ലേ പുറത്തുനിന്ന് മേടിക്കണേ, അതിങ്ങനെ കട്ട് ചെയ്തിട്ട് തട്ടുദോശയുടെ കൂടെയൊക്കെ തട്ടുകടയിലൊക്കെ കിട്ടുന്ന ഒരു സവാളയുടെ സാധനമില്ലേ, അതിൻ്റെ പോലെ മിക്സ് ചെയ്യും ഈ കണ്ണിമാങ്ങ. കണ്ണിമാങ്ങ അച്ചാറും ഈ ഇറച്ചിച്ചോറും നല്ല ടേസ്റ്റ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് എനിക്ക് സവാളയും കൂടി ആഡ് ചെയ്താൽ ചിലപ്പോൾ നല്ലതായിരിക്കും എന്നൊരു തോന്നൽ. കട്ട് ചെയ്തിട്ടേട്ടാ. പിന്നെ ചെറുതായിട്ട് അരിഞ്ഞ സവാള, ഇച്ചിരി പച്ചമുളകും കൂടി വേണം. പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞിട്ട് പിന്നെ ഈ ഗ്രേവി ഉണ്ടല്ലോ, കണ്ണിമാങ്ങ അച്ചാറിൻ്റെ ഗ്രേവിയും കൂടി ഒഴിക്കുക. ആൻഡ് മെയിനായിട്ട് പച്ച വെളിച്ചെണ്ണ ഒഴിക്കണം. അതാണ് അതിൻ്റെ ടേസ്റ്റ് മെയിൻ. ഉപ്പൊക്കെ വേണമെങ്കിൽ നോക്കിയിട്ട് ആഡ് ചെയ്യാം കേട്ടോ. ആഹാ. പിന്നെ പുളി നോക്കിയിട്ട്, പുളി വേണമെങ്കിൽ നമ്മുടെ വാളംപുളിയില്ലേ അത് ചെറിയ പീസ് ആഡ് ചെയ്യാം. ഞാൻ ആഡ് ചെയ്യുന്നില്ല. ഈ മാങ്ങയുടെ അച്ചാറിന് നല്ല പുളിയുണ്ട്. ഇത് ഇവിടെ എല്ലാവർക്കും കൊതി വരുന്നുണ്ട്. ഓക്കെ, ഹൗസ് ഇറ്റ് മന്ന നല്ലതല്ലേ? അപ്പോൾ ഇതെന്തായാലും ട്രൈ ചെയ്യണേ. ഈ കണ്ണിമാങ്ങേൻ്റെ ഇപ്പം ഞാൻ കണ്ടുപിടിച്ച റെസിപ്പി. കുറച്ച് പച്ചമുളക് കൂടി ഇങ്ങനെ കൈ കൊണ്ടൊക്കെ ഇങ്ങനെ കീറിയിടാം. ആൻഡ് വേപ്പിലയും വേണമെങ്കിൽ. മെയിനായിട്ട് പച്ച വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് വരണം, അത് നല്ല ടേസ്റ്റ് അതിൻ്റെ കൂടെ. ഇതിപ്പോൾ നമ്മുടെ റൈസ് ഏകദേശം ഒരു 3/4 ഭാഗം കുക്കായിട്ടുണ്ട്. ഇത് കണ്ടോ, അരി കടിക്കരുത്, എന്നാൽ ഭയങ്കരമായിട്ട് വെന്ത് കുഴഞ്ഞ പോലെ ആവുകയും ചെയ്യരുത്. ഈ ഒരു സ്റ്റേജിൽ നമ്മുടെ വേവിച്ച ബീഫ് ഉണ്ടല്ലോ, അതും ബാക്കിയുള്ള കുറച്ച് വെള്ളവും കൂടി അങ്ങോട്ട് ആഡ് ചെയ്തിട്ട് പിന്നെ ഇതിൽ കിടന്ന് അങ്ങോട്ട് ഒന്നും കൂടി വേവണം. ബാക്കിയുള്ള അരിയുടെ കുക്കിങ്ങും മീറ്റിൻ്റെ കുക്കിങ്ങും വേണമെങ്കിൽ ഈ വെള്ളമൊക്കെ അങ്ങനെ അതിൽ കിടന്ന് തന്നെ വെന്തോളും. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്നും കൂടി ഒന്ന് ഉപ്പൊന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. ഉപ്പ് ഇപ്പം കറക്റ്റാണ്. നിങ്ങൾ ഉപ്പ് ഇടുമ്പോൾ കുറവായിട്ട് തോന്നുകയാണെങ്കിൽ ഈ സമയത്ത് കുറച്ചും കൂടി ആഡ് ചെയ്യുക. ഇനി അടച്ച് ലോ ഫ്ലെയിമിൽ വെക്കണേക്കാൾ മുമ്പ് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യണം കേട്ടോ. അത് ഞാൻ മിക്സ് ചെയ്ത് ശരിയായില്ല എന്ന് ഷാഹിദ പറയേണ്ടത്. എന്നിട്ട് ആളിങ്ങനെ മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്യണം, അടിയിൽ നിന്ന് ഇങ്ങനെ ഇളക്കി ഇങ്ങനെ എടുക്കണ പോലെ. ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അരിയും മീറ്റും ചോറും മീറ്റും നന്നായിട്ട് കുക്കാവട്ടെ. ഏകദേശം ഇറച്ചിച്ചോറ് കഴിഞ്ഞു. ഈ ഇറച്ചിച്ചോറിൻ്റെ മെയിൻ ടേസ്റ്റ് വരുന്നത് ഇങ്ങനെ ഇറച്ചിയും റൈസും കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ട് ഇങ്ങനെ കുറച്ച് നേരം ഇരിക്കണം. ഒരു 20 മിനിറ്റൊക്കെ ഇങ്ങനെ തീ കുറഞ്ഞ് ഇരിക്കട്ടെ. ഇടയ്ക്കൊന്ന് വെള്ളം ചെക്ക് ചെയ്താൽ മതി. ഞാൻ ഇന്ന് ഇതിൻ്റെ കൂടെ സെർവ് ചെയ്യണത് മസാല എഗ്ഗും പിന്നെ തന്തൂരി സ്റ്റൈലിൽ ഗ്രിൽഡ് പ്രോൺസ്, ടൈഗർ പ്രോൺസ്, ആൻഡ് പിന്നെ ഇത് ഉപ്പുമാങ്ങ വെച്ച് ഇപ്പോൾ കണ്ടുപിടിച്ച സാധനം, ഇപ്പോൾ കണ്ടുപിടിച്ച റെസിപ്പി. പിന്നെ ഞാൻ ആ എക്സിബിഷന് പോയില്ലേ, അപ്പം മേടിച്ച പപ്പടം, പിന്നെ ഡെസേർട്ടായിട്ട് അവിടെ നിന്ന് തന്നെ മേടിച്ച നെല്ലിക്ക. ഇതാണ് ഞാൻ പറഞ്ഞ ആ ഡെസേർട്ട്. ഇത് ആദ്യം കഴിക്കാൻ പോകുമ്പോൾ വിശക്കുന്നത്. നെല്ലിക്ക തേനിലിട്ടത് നമ്മുടെ എക്സിബിഷനിൽ നിന്ന് മേടിച്ചത്. ഇത് നല്ലൊരു സാധനമാണ്. വെയിറ്റ് വെക്കില്ല എന്നുള്ള ഇതിൽ ഞാനിപ്പോൾ ഇതാണ് ഇപ്പോൾ ഡെസേർട്ടായിട്ട് കഴിക്കണത്. നെല്ലിക്ക 1/2 kg 500 രൂപ. അത് ഇത്തിരി കൂടുതലായിട്ട് തോന്നുന്നുണ്ട്. ഇടയ്ക്കൊന്ന് അടിയിൽ നിന്ന് ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കണം. നേരത്തെ നിങ്ങൾ കണ്ടില്ലേ അതുപോലെ. ഓക്കെ, എനിക്ക് ഈ ചോറ് ഇവിടെ ഇത്തിരി കൂടി വേവാനായിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചുകൂടി നല്ലോണം തിളച്ച വെള്ളം ഒരു 1/2 കപ്പും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് വീണ്ടും അടഞ്ഞ് ഇങ്ങനെ ഒരു 20 മിനിറ്റ് കൂടി ഇരിക്കട്ടെ കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചോറും ഇത് കുറവായിട്ട് തോന്നുകയാണെങ്കിൽ ഇതുപോലെ അങ്ങോട്ട് ചെയ്താൽ മതി. 20 മിനിറ്റ് ഇരിക്കട്ടെ, തീ കുറഞ്ഞ്. ഇനി ഇതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞില്ലേ ഗ്രിൽഡ് ടൈഗർ പ്രോൺസ്, തന്തൂരി മസാല യൂസ് ചെയ്തേക്കണേ, അജ്വൈനൊക്കെ ചേർത്തിട്ടുണ്ട്. ഇത് കണ്ട ഫുള്ളായിട്ട് ഇങ്ങനെ ഈ ഷെല്ലോട് കൂടി തന്നെ ഗ്രില്ല് ചെയ്യാൻ പോവാം. ഇത് ഞാൻ ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യണം, അത് തന്നെ റെസിപ്പി ഇടാണ്ടിരുന്നേ, നോക്കിയിട്ട് പറയാം. നേരത്തെ പറഞ്ഞ മടുക്കണ്ട കേട്ടോ, അടിയിൽ നിന്ന് ഇങ്ങനെ ഇളക്കിയിടണം. എനിക്ക് കുറച്ചും കൂടി ഗരം മസാല വേണമെന്ന് തോന്നുന്നുണ്ട്. അപ്പം ഞാൻ ഇത്തിരി കൂടി ആഡ് ചെയ്യുന്നുണ്ട് ഗരം മസാല. അപ്പോൾ ഗരം മസാല ഞാനൊരു 1/2 ടീസ്പൂൺ കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇതിന് ഇത്തിരി മസാലയുടെ ടേസ്റ്റ് ഉണ്ടെങ്കിൽ നല്ല. അപ്പോൾ കുറവാണെങ്കിൽ ഈ സമയത്ത് ആഡ് ചെയ്തിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ ഇതേപോലെ മൂടി തീ കുറച്ച് അടച്ച് വെച്ചാൽ മതി. വേവട്ടെ കേട്ടോ. ഇറച്ചിച്ചോറ് റെഡി ആയിട്ടുണ്ട്.
ഓക്കെ, മിക്സ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. ഇപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട്. പൊളി പൊളി. ടേസ്റ്റ് നോക്കട്ടെ. ഈ വെള്ളത്തിൻ്റെ ഒട്ടും ഉണ്ടാവരുത് കേട്ടോ, നല്ല ഡ്രൈ ആയിട്ട് വേണം എടുക്കാൻ, നല്ല ടേസ്റ്റ്. ആ മസാലയുടെ ഫ്ലേവറൊക്കെ ശരിക്കും തോന്നുള്ളൂ. ഞാൻ ഇച്ചിരി കൂടി വെള്ളത്തിൻ്റെ ആ ഒരു ഇതുണ്ട്, അതും കൂടി ഒന്ന് ഡ്രൈ ആവട്ടെ. ചോറൊക്കെ വെന്തു, ബട്ട് ഒരു 5 മിനിറ്റ് കൂടി ഇരിക്കട്ടെ. ഞാൻ ആകെ 4 എണ്ണേ ട്രൈ ചെയ്യണുള്ളൂ. ജോർജി 2 ദിവസം കഴിഞ്ഞ് വരും, അപ്പോൾ അവന് വെക്കാൻ പോവുക. ബാക്കി ഇതൊന്ന് ടേസ്റ്റ് നോക്കാനായിട്ട് ഈ തന്തൂരി തവ ഗ്രിൽഡ് പ്രോൺസിൻ്റെ ടേസ്റ്റ് ടോട്ടലി ഡിഫറെൻ്റ് ആട്ടോ മാരിനേഷൻ. യെസ്, നമ്മുടെ തന്തൂരി സ്റ്റൈൽ തന്തൂരി മസാലയിലുള്ള പ്രോൺസ് റെഡി. ഞാൻ ഈ മസാല ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടാ, പൊളിയാണ്. ഇത് അടുത്ത് തന്നെ വരും റെസിപ്പി. എല്ലാ റെസിപ്പീസും കൂടി ഇട്ട് ഇനി കൺഫ്യൂഷൻ ആക്കണ്ട നമുക്ക്. ഇറച്ചിച്ചോറും റെഡി, എല്ലാം സെറ്റ്. ഇനി ഇത് ടേസ്റ്റ് ചെയ്യാം. മണം കേൾക്കുമ്പോൾ തന്നെ അറിയാം. ഇത് ഞാൻ സിമ്പിളാന്ന് പറഞ്ഞാലും അത്യാവശ്യം കുറച്ച് സമയമെടുത്ത്, അത് മാത്രമുള്ളൊരു പ്രശ്നം. എൻ്റെ അമ്മോ, ടേസ്റ്റ് ചെയ്യാം. ഞാൻ എല്ലുള്ള പീസ് മാത്രമേ എടുക്കണുള്ളൂ. ആൻഡ് റൈസ് കുറവ്. ഇത് നമ്മുടെ കണ്ണിമാങ്ങ അച്ചാറിൻ്റെ ഞാൻ നേരത്തെ കാണിച്ചില്ലേ അത്. പിന്നെ ഇത് മുട്ട മസാല, ഇപ്പോൾ എല്ലാവരും ചെയ്യുന്നത്. ആൻഡ് ഇത് പൊളി മസാല, നോർത്ത് ഇന്ത്യൻ പ്രോൺസ് വിത്ത് സാലഡ്. ഇതാണ് എൻ്റെ കോമ്പിനേഷൻ. ബട്ട് ഇതെന്തായാലും ട്രൈ ചെയ്യണേ. ഉപ്പുമാങ്ങയൊന്നും ഇടാൻ സമയം എല്ലാവർക്കും ഉണ്ടാകുന്നൊന്നും എനിക്കറിയില്ല. ഇല്ലാത്തവർക്ക് ഇതേ ഇങ്ങനെ ചെയ്താൽ മതി. ആൻഡ് അച്ചാറിൻ്റെ ഗ്രേവിയായിട്ട് ഇത് പൊളിയാണ് ഈ ഒരു മിക്സ്. പപ്പടം ഞാൻ ആ എക്സിബിഷനിൽ നിന്ന് മേടിച്ചത്, കഴിഞ്ഞ കൊല്ലം മേടിച്ചതാണ്, ഈ കൊല്ലം മേടിച്ചില്ല. പക്ഷേ അതിപ്പോഴും കേടാവാണ്ടിരിക്കുന്നുണ്ട്. പൊളിയായിരിക്കും. ഷായത് വെയിറ്റ് ചെയ്യുന്നുണ്ട് എങ്ങനെയുണ്ടെന്ന് അറിയാനായിട്ട്. എഗ് മസാല വിത്ത് നമ്മുടെ കണ്ണിമാങ്ങ, ഉള്ളി, എന്താ പറയുന്നത്, ഒരു പേരിടെ ഇടിച്ച കണ്ണിമാങ്ങ അച്ചാറ്. ഇടിച്ചതെന്നല്ല, വേറെ എന്തെങ്കിലും ആണല്ലോ പേരിടണം. പേര് കണ്ടുപിടിച്ചിട്ട് കളയാം. എന്തായാലും ട്രൈ ചെയ്തോ, പൊളിയാട്ടെ. ഈ സുരേഖ റൈസ് വെച്ച് ഉണ്ടാക്കണ കാരണം ആ റൈസിൽ ഭയങ്കരമായിട്ട് ഫ്ലേവർ പിടിക്കും. അത് കാരണം ഭയങ്കര നല്ല. ആൻഡ് തന്തൂരി മസാല ആക്ച്വലി നല്ലതാണ്. ഈ നമ്മുടെ നാടൻ ഇതിൻ്റെ കൂടെയും ചേരുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഈ വീഡിയോയുടെ ഡീറ്റെയിൽ റെസിപ്പി ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഈസി ആയിരിക്കും. എന്തായാലും ഈ അടുത്ത് തന്നെ ട്രൈ ചെയ്യാനായിട്ടാണ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ റെസിപ്പി കൊടുക്കുന്നത് കേട്ടോ. ഇത് ഇന്നത്തെ ഡെസേർട്ട് ഇതാണ്, സ്വീറ്റ് പാൻ. ഇത് നമ്മുടെ എറണാകുളം മാർക്കറ്റിൽ നിന്ന് കിട്ടിയിട്ടാണ്. വെറ്റില ആൻഡ് പിന്നെ എക്സിബിഷനിൽ നിന്ന് മേടിച്ച സാധനങ്ങൾ. ഇത് പല കളർ ജീരകം ആൻഡ് ഇത് ചുണ്ണാമ്പിൻ്റെ, ഇത് എന്തോ ഒരു ഫ്ലേവർ ഉണ്ടല്ലോ, റോസാണ്. എന്തായാലും അവിടെ പോയാൽ ഇതെല്ലാം കിട്ടും. എൻ്റെ വീഡിയോ നോക്കിയിട്ട് പോയാൽ മതി. ഇത് അടക്കയുടെ ഫ്ലേവർ. ആൻഡ് ഇത് ഞാൻ നമ്മുടെ പൈനാപ്പിൾ ചീസ് ചെറി ഇല്ലേ, അത് ഞാൻ ആ ഫംഗ്ഷന് മേടിച്ചത് കട്ട് ചെയ്ത് വെച്ചതാണ് ഒരു ഭംഗിക്ക്. പിന്നെ ഇത് നമ്മുടെ ആ തേൻ നെല്ലിക്കയില്ലേ, അതിൻ്റെ തേൻ ഞാൻ ഇത്തിരി ഒഴിക്കുന്നുണ്ട്. ചെറിയൊരു മധുരം ഉണ്ട് എല്ലാത്തിനും, എന്നാലും ഒഴിക്കുന്നുണ്ട്. യെസ്, ഇനി ട്രൈ ചെയ്യാം. ഇനി ഇത് മടക്കണേന് ഒരു പ്രത്യേക രീതിയുണ്ട്. ദേ ഇതുപോലെ ഇപ്പം കണ്ടില്ലേ, അതാണ് രീതി എന്ന്. അത് ഞാൻ അത്ര ഷുവറല്ല കേട്ടോ. സോറി, അത് കളയണമായിരുന്നു ആദ്യം. നല്ല കേട്ടോ. ഇത് ഞാൻ റെക്കമെൻഡ് ചെയ്യാം. നിങ്ങൾ എന്തായാലും പോയി മേടിക്കണം. നമുക്ക് ഓണത്തിൻ്റെ സമയത്ത് എനിക്ക് പലത് ചെയ്യാനുണ്ട്. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ഈ വീഡിയോൻ്റെ റെസിപ്പി അതിലുണ്ടാവും. പിന്നെ ഇതിന് നിങ്ങൾക്ക് ഇപ്പോൾ ഇറച്ചി കൂടുതൽ വേണമെങ്കിൽ 2.5 കിലോ മീറ്റും 2 കിലോ റൈസായിട്ടും എടുക്കാം. ഞാനിപ്പോൾ രണ്ടും ഒരേപോലെ അല്ലേ എടുത്തത്. 2 കിലോ റൈസ് 2 കിലോ മീറ്റ്. കൂടുതൽ വേണ്ടവർക്ക് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം.